എല്ലാവർക്കും എസാപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഘടനകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എല്ലാവരും ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഈ സംഘടനകളും അവരുടെ മുഖപത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ നമ്മൾ പറഞ്ഞു. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ഏത് വർഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1909 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അതിൻ്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം സർവീസസ്. സംഘടന ആര് സ്ഥാപിച്ചു? മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടന. 1914 മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. അതിൻ്റെ മുഖപത്രമാണ് സർവീസസ്. സർവീസസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് ഏത്? നായർ സർവീസ് സൊസൈറ്റി. മറ്റത് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. PSCയുടെ ഉത്തരപ്രകാരമാണ് യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. അതിൻ്റെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 1908 വന്നത്. അതിൻ്റെ മുഖപത്രം മംഗളോദയം. ഈ മംഗളോദയത്തിൻ്റെ ഫസ്റ്റ് എഡിറ്ററാണ് ചങ്ങമ്പുഴയാണ്. മംഗളോദയത്തിൻ്റെ ഫസ്റ്റ് എഡിറ്റർ ആയിരുന്ന വ്യക്തി ചങ്ങമ്പുഴയാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ തന്നെ മറ്റൊരു സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. 1919 ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി. അതുപോലെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം PSC ചോദിക്കാറുണ്ട്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി. സ്ഥാപകൻ ആരായിരുന്നു? VT ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ മുഖപത്രം വിവേകോദയം. വിവേകോദയം വന്നത് 1904 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് 1903. അതിൻ്റെ മുഖപത്രം വിവേകോദയം. നിലവിൽ വന്നത് 1904. ഇതിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ് വിവേകോദയം സ്ഥാപിച്ചത്. പക്ഷെ ഇപ്പം വിവേകോദയത്തിൻ്റെ പേര് യോഗനാഥം എന്നാണ്. ഇപ്പം നിലവിൽ വിവേകോദയത്തിൻ്റെ പേര് യോഗനാഥം. മറ്റൊരു സംഘടനയായിരുന്നു സഹോദര സംഘം. സഹോദര സംഘത്തിൻ്റെ മുഖപത്രമാണ് സഹോദരൻ. ആര് സ്ഥാപിച്ചതായിരുന്നു? സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും മാറിപ്പോകാൻ വഴിയില്ല. കാരണം സഹോദരൻ അയ്യപ്പൻ, സഹോദര സംഘം, സഹോദരൻ ഒക്കെ ഒരു സഹോദര വെച്ചിട്ടായതുകൊണ്ട് മാറിപ്പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ സഹോദര സംഘത്തിൻ്റെ സ്ഥാപകൻ സഹോദരൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. ഈ സാധുജന പരിപാലിനി നിലവിൽ വന്നത് 1913 ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചതാണ് സാധുജന പരിപാലിനി. ഈ സാധുജന പരിപാലനയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്.
സാധുജന പരിപാലന സംഘം ഏത് വർഷമായിരുന്നു? 1907. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം 1907. അതിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. 1913 ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം. ഈ അഭിനവ കേരളത്തിൻ്റെ മുഖക്കുറിപ്പ് എന്ന് പറയുന്നത് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽക്കുവിൻ, അനീതിയോടെതിർക്കുവിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച ഒരു മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാസംഘം ആരുടെ സംഘടനയാണ്? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയായിരുന്നു ആത്മവിദ്യാസംഘം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളതും അതുപോലെ ചോദിക്കാവുന്നതുമായ നവോത്ഥാന നായകന്മാർ, അവരുടെ സംഘടനകൾ, അതിൻ്റെ മുഖപത്രങ്ങൾ അതാണ് ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം.